കേരള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ പ്രോസസ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റേഷനും പ്രയർ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു. നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മുകളിൽ പ്രസൻറ്റേഷൻ അത് ഗ്രീൻ ടിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്രീൻ ടിക്ക് കാണുന്നത് നമ്മളത് കൊടുത്തു കഴിഞ്ഞു എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ PR ഡോക്യുമെൻറ്റ്, പ്രയർ ഡോക്യുമെൻറ്റ് അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സിക്യൂട്ടൻ്റ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ അത് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രയർ ഡോക്യുമെൻ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ആധാരം കൊടുക്കുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് എക്സിക്യൂട്ടൻ്റെ ആ സെക്ഷനിൽ വന്ന് കിടക്കും. അതെന്താ വെച്ചാൽ പ്രയർ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഒരു ആധാരം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും മേടിച്ച ഒരു ആധാരമായിരിക്കും. സെയിൽ ഡീഡ് ആണെങ്കിൽ ആരെങ്കിലും അത് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പർച്ചേസ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ എക്സിക്യൂട്ടൻ്റായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സിക്യൂട്ടൻ്റ് ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ടൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ആ പേരുകൾ കാണാം. കാരണം നമ്മൾ മുന്നാധാരം പ്രയർ ഡോക്യുമെൻ്റ് അടിച്ചത് ആ ആധാരം വെച്ചിട്ടുള്ള ആ ആധാരത്തിൽ പറഞ്ഞ ക്ലെയിമൻ്റാണ്, പർച്ചേസറാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അത് പഴയ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്കിപ്പോൾ പുതിയ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ എക്സിക്യൂട്ടൻ്റ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇപ്പോൾ ഒരു ഡീറ്റെയിൽസും നമുക്കിവിടെ കാണുന്നില്ല. പക്ഷേ എന്താ കാണുന്നത്? നമ്മൾ പ്രസൻറ്റേഷൻ്റെ അവിടെ കൊടുത്ത പേരുകളാണ് ഇവിടെ കാണുന്നത്. അതാണ് നമ്മുടെ എക്സിക്യൂട്ടൻ്റ്. അവിടെ നമ്മൾ എക്സിക്യൂട്ടൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ആ ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അതായത് പേരും ജെൻഡറും ഏജും റിലേഷൻ ടൈപ്പും ഒക്യുപേഷനും മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ടൻ്റെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ആ പ്രസൻറ്റേഷൻ്റെ അവിടെ നമ്മൾ ഇവിടെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ കാണില്ല. മനസ്സിലായോ? നമ്മൾ എക്സിക്യൂട്ടൻ്റ് കൊടുത്തുകൊണ്ടാണ് ആ ഡീറ്റെയിൽസ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടിയും കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ആണ് ഇവിടെ കാണുന്നത്. പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് താലൂക്ക് കൊടുക്കുക. വില്ലേജ് കൊടുക്കുക. ഹൗസ് നെയിം കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് കൊടുക്കുക. പിന്നെ പ്ലേസ് പറയുന്നുണ്ട്, അവിടെ എന്തെങ്കിലും കൊടുക്കുക. പ്ലേസ് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുക. ഇനി പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് പ്രസൻറ്റ് അഡ്രസ്സെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. സെയിം ആസ് അബവ് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ വേറെ അഡ്രസ്സാണ്. ഇപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് വേറെ സ്ഥലത്തും പ്രസൻറ്റ് ഇപ്പോൾ താമസിക്കുന്നത് വേറെ അഡ്രസ്സിലാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ അവിടെ കൊടുക്കാം. അതുപോലെ ഇപ്പോൾ പുറത്തുള്ള അബ്രോഡിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർമനൻ്റ് അഡ്രസ്സ് കേരളത്തിലും പ്രസൻറ്റ് അഡ്രസ്സ് അവർക്ക് പുറത്തത്തെ അഡ്രസ്സും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എന്നിട്ട് മൊബൈൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് അവരുടെ ആധാർ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ് കൊടുക്കുക. സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടൻ്റ് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഈ എക്സിക്യൂട്ടൻ്റും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ 3-4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പേര് കൊടുക്കുക. അങ്ങനെ 1 by 1 ആയിട്ട് എത്ര എക്സിക്യൂട്ടൻസ്, എത്ര വിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡോക്യുമെൻ്റ് നമ്മൾ ഇപ്പോൾ വേർഡിലൊക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻ്റ്. ആ ഡോക്യുമെൻറ്റും കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ തെറ്റ് വരുന്നത് ഒഴിവാക്കാം നമുക്ക്. മനസ്സിലായ? ഒരു ഡോക്യുമെൻ്റ് എടുക്കുക, പേര് അതിൻ്റെ അകത്തുള്ള പേര് സെലക്ട് ചെയ്തിട്ട് നെയിമിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ അഡ്രസ്സ് കൂടുതലും മിസ്റ്റേക്ക് വരുന്നത് ഹൗസ് നെയിമിലും ഒക്കെയാണ് മിസ്റ്റേക്ക്. അപ്പോൾ മിസ്റ്റേക്ക് വലിയ പേരുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്പേഴ്സും ഡോർ നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് വരുമ്പോൾ ചിലപ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ എക്സിക്യൂട്ടൻ്റ് കൊടുക്കുക. അടുത്ത് പറയാനുള്ളത് എക്സിക്യൂട്ടൻ്റ് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ട്, ഈസ് കമ്പനി, ഫേം, ഓർഗനൈസേഷൻ, ഗവൺമെൻറ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ ഏതെങ്കിലും കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നോവാണ് കൊടുക്കുന്നത്. പേഴ്സൺസ് ആകുമ്പോൾ അല്ലെങ്കിൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. എസ് കൊടുത്തിട്ട് കമ്പനിയുടെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, കമ്പനിയുടെ രജിസ്റ്റേർഡ് അഡ്രസ്സ് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, സ്റ്റേറ്റ് ആൻഡ് കൺട്രി കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് കമ്പനിയുടെ പേരിൽ സേവ് ചെയ്തു. കമ്പനിയുടെ പേര് കൊടുത്തു കഴിയുമ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസും കൂടി തൊട്ട് താഴെ
കൊടുക്കണം. അപ്പോൾ കമ്പനി കൊടുത്തു കഴിഞ്ഞ ശേഷം അടുത്ത പേജ് വരുമ്പോൾ ആ കമ്പനി റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് മാനേജിങ് ഡയറക്ടർ എന്താണ് പേരെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടൻ്റ് ടൈപ്പ് ഇവിടെ മാറ്റിയിട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എക്സിക്യൂട്ടൻ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്തിട്ട് ആ കമ്പനിയുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അയാളുടെ റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് മാനേജിങ് ഡയറക്ടർ പേര് കൊടുത്ത് ജെൻഡർ കൊടുക്കുക, ഏജ്, ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത ഫോർമാറ്റുകളിൽ തന്നെ. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി അടുത്ത് പറയാനുള്ളത്, വിൽക്കുന്നവരൊരു 3-4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ 3-4 പേരിൽ ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് ആദ്യം ഡീറ്റെയിൽസും സാധാ പോലെ കൊടുക്കുക. കൊടുത്ത ശേഷം ലാസ്റ്റ് നമുക്കിവിടെ പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പവർ കിട്ടിയ ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ആദ്യം നമ്മൾ ആ എക്സിക്യൂട്ടൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ പവർ ഓഫ് അറ്റോർണി ക്ലിക്ക് ചെയ്തിട്ട് അയാളെ റെപ്രസെൻ്റ് ചെയ്യണ ആളുടെ പേര്, ആ പവർ ഓഫ് അറ്റോർണി ഹോൾഡറിൻ്റെ പേര്, നെയിം, ബാക്കിയെല്ലാ ഡീറ്റെയിൽസ്, ജെൻഡർ, ഏജ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ഒക്യുപ്പേഷൻ, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അങ്ങനെ ID ടൈപ്പ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ നമുക്ക് 3 സെക്ഷൻ കാണാം. 3 തരം പവർ ഓഫ് അറ്റോർണികൾ എൻ്റർ ചെയ്യാനുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ ഒന്നാമത്തെയാണ് സർട്ടിഫിക്കറ്റ് ഫ്രം SRO. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ അത് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ഉള്ള സെക്ഷനാണത്. അതാണ് സർട്ടിഫിക്കറ്റ് ഫ്രം SRO, രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണിയുടെ ഡീറ്റെയിൽസ്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്തതിൽ ഇയർ, വർഷം കൊടുക്കുക. അതിൻ്റെ അടുത്തതിൽ സബ് രജിസ്ട്രാറിൻ്റെ ഓഫീസിൻ്റെ പേര് കൊടുക്കുക. അതേതാന്ന് ആ ലിസ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലിസ്റ്റിൽ നിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വോളിയവും പേജസും കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വോളിയം പേജസ് കിട്ടണത് നമ്മുടെ ആധാരത്തിൻ്റെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ പേജിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും വോളിയം പേജസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പവർ ഓഫ് അറ്റോർണി ആണെങ്കിലാണ് ഈ ഡീറ്റെയിൽസ്. അടുത്തത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഫ്രം ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയ പവർ ഓഫ് അറ്റോർണി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് എംബസി ഓഫീസിൻ്റെ പേര് ഇത് കൊടുക്കുക. അറ്റസ്റ്റേഷൻ അതോറിറ്റി, അത് ആ അറ്റസ്റ്റ് ചെയ്ത അതോറിറ്റിയുടെ പേര് കൊടുക്കുക. പിന്നെ അതിന് വല്ല നമ്പറും ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പർ കൊടുക്കുക. കാരണം ചിലപ്പോൾ ഫയൽ നെയിം അങ്ങനെ വല്ല ഫയൽ നമ്പറോ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവർ അറ്റസ്റ്റ് ചെയ്ത ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഫ്രം ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയ പവർ ഓഫ് അറ്റോർണിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഫ്രം നോട്ടറി അറ്റസ്റ്റ് ചെയ്ത പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് അടുത്തത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫ്രം നോട്ടറി ക്ലിക്ക് ചെയ്യുക. നോട്ടറിയുടെ പേര്, നോട്ടറിയുടെ പേര് കൊടുക്കുക. ജൂറിസ്ഡിക്ഷൻ, ഏത് സ്ഥലത്താണെന്നുള്ളതെങ്കിൽ അത് കൊടുക്കുക. നോട്ടറി രജിസ്റ്റർ നമ്പർ, ഓരോ നോട്ടറിക്കും ഓരോ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഡേറ്റ്, ആ പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റ് ചെയ്ത ഡേറ്റ് അത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഒരാൾക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് പവർ ഓഫ് അറ്റോർണി ക്ലിക്ക് ചെയ്തിട്ട് പവർ ഓഫ് അറ്റോർണി കിട്ടിയ ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് പവർ ഓഫ് അറ്റോർണി എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നാണോ, രജിസ്റ്റർ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്തതാണോ എന്ന് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് പവർ ഓഫ് അറ്റോർണി ഉള്ള ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തത് വരുന്നത്, ഇപ്പോൾ എക്സിക്യൂട്ടൻ്റ് മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് എല്ലാം ഇപ്പോൾ 3-4 എക്സിക്യൂട്ടൻസ് ഉണ്ടെങ്കിൽ ആ 3-4 എക്സിക്യൂട്ടൻ്റ് ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലെയിമൻ്റ് ആണ്. ക്ലെയിമൻ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആൾ. ആ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഫോർമാറ്റ് തന്നെ, ആ പേരും ജെൻഡറും ഏജും റിലേഷനും ഒക്യുപ്പേഷനും പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും മൊബൈൽ നമ്പറും ID ടൈപ്പും ഇത്രയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് എത്ര ക്ലെയിമൻസ് എത്ര വാങ്ങുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് സേവ് ചെയ്താൽ മതി. ഓരോ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ഇത് കാണാം, സെയിം ആസ് എക്സിക്യൂട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു 5 വിൽക്കുന്നവരുണ്ട്, അതിലത്തെ ഒരാളാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് സെയിം ആസ് എക്സിക്യൂട്ടൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടൻസ് ആരൊക്കെ പേരാണ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് ഇവിടെ കാണും. ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ള താഴെ എത്ര 5 ഉണ്ടെങ്കിൽ 5 കാണിക്കും. എന്നിട്ട് അതിൽ ഒരാളെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ നേരെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. അവരുടെ പേര് ഈ
ക്ലെയിമിൻ്റെ സെക്ഷനിൽ വരും. ഇത് കൂടുതലും വരുന്നത് നമുക്ക് ഉപയോഗമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലീസ് എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ലീസ് ഡീഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എക്സിക്യൂട്ടിൻ്റെ അവിടെയും ക്ലെയിമിൻ്റെ അവിടെയും ഒരേപോലെ കൊടുക്കണം. അതായത് എക്സിക്യൂട്ടിൻ്റെ അവിടെ ലീസ് കൊടുക്കുന്ന ആളുടെയും ലീസ് കിട്ടുന്ന ആളുടെയും ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഡീഡിൻ്റെ അകത്ത് രണ്ട് പേരും കൂട്ടരും ഒപ്പിടുന്നുണ്ട്. കൊടുക്കുന്നവരും കിട്ടുന്നവരും ഒപ്പിടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സിക്യൂട്ടിൻ്റെ അവിടെ എല്ലാവരുടെയും ഡീറ്റെയിൽസും വേണം. അതുപോലെ തന്നെ ക്ലെയിമൻറ്റിൻ്റെ അവിടെയും എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണം. കൊടുക്കുന്നവരുടെയും കിട്ടുന്നവരുടെയും ഡീറ്റെയിൽസ് വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സിക്യൂട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കുക. കൊടുക്കുന്നവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, കിട്ടുന്നവരുടെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പേരും റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുടെ പേരും ഒക്കെ 1 by 1 ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കിട്ടുന്നവരുടെയും ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കുക. അപ്പോൾ എക്സിക്യൂട്ടൻ്റ് അവിടെ കൊടുത്ത ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ക്ലെയിമിൻ്റെ അവിടെ വരുമ്പോൾ സെയിം ആസ് എക്സിക്യൂട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ പേരൊക്കെ ഇടണമെങ്കിൽ ആ ലിസ്റ്റ് കാണും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. മുകളിലത്തെ ക്ലിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർ യു ഷുവർ യു ടു സേവ് എക്സിക്യൂട്ടൻ്റ് ഡീറ്റെയിൽസ് ആസ് ക്ലെയിമൻറ്റ് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കും. എക്സിക്യൂട്ടൻ്റെ ഡീറ്റെയിൽസ് ക്ലെയിമൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുള്ളി സേവ്ഡ് എക്സിക്യൂട്ടൻ്റ് ഡീറ്റെയിൽസ് ആസ് ക്ലെയിമൻറ്റ് ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. എന്തെന്ന് എക്സിക്യൂട്ടൻ്റ് ഡീറ്റെയിൽസ് ക്ലെയിമൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ എക്സിക്യൂട്ടൻ്റെ ഡീറ്റെയിൽസ് ക്ലെയിമൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ കാണാം, അവിടെ കിട്ടും. അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ മൈനറിൻ്റെ പേരിലാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ മൈനർ ക്ലിക്ക് ചെയ്തിട്ട് മൈനറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ മൈനറിൻ്റെ പേരിലും നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടൻ്റെയും ക്ലെയിമൻറ്റിൻ്റെയും കൊടുക്കേണ്ട രീതികൾ. എക്സിക്യൂട്ടൻ്റും ക്ലെയിമൻറ്റും കൊടുക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.